ഹായ് ഫ്രണ്ട്സ്, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് കൊച്ചിയിൽ സമാപിച്ചു. എല്ലാ സംസ്ഥാനങ്ങളും നടത്താറുണ്ട്, കേരളവും നടത്തി. അത്ര തന്നെ 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപം ഇതാ വരാൻ പോകുന്നുവെന്നാണ് കേരള ഗവൺമെന്റ് പറയുന്നത്. എവിടെ? ഇതൊക്കെ വെറും ധാരണാപത്രം മാത്രം. MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇത്തരമൊരു പരിപാടി നടത്തുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് മുൻപ് നടത്തിയ സമ്മിറ്റുകളുടെ അതിൽ ഉച്ചകോടികളുടെ ഒക്കെ ഫലം എന്തായി എന്നുള്ളതാണ്. MOU ആയി തന്നെ തുടരുകയാണ് അവയെല്ലാം ഒട്ടുമുക്കാലും തന്നെ. കാരണം കാര്യങ്ങളുടെ നടത്തിപ്പിലേക്ക് വരുമ്പോ പല പല നൂലാമാലകളാണ്. അവിടെ നിയമങ്ങളായി ചട്ടങ്ങളായി നടപടിയാവാൻ പോകുന്നില്ല. കാരണം ഇപ്പോഴും കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയിട്ടില്ല, ഗവൺമെന്റ് എന്ത് തന്നെ പറഞ്ഞാലും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു കാര്യമാണ്. ഇന്ത്യയിലെ വമ്പന്മാരെ വ്യവസായികളെ ആരെയും അവിടെ കണ്ടില്ല. മുകേഷ് അംബാനി, അദാനി, ടാറ്റ ആരെയും കണ്ടില്ല. പിന്നെ അപ്രസക്തമായ കുറെ പേരൊക്കെ വന്നു. പിന്നെ ആകെ കൂടിയുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസ്താവന വന്നു. 1000 കോടി രൂപ റോഡ് നിർമ്മാണത്തിൽ ചെലവഴിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഹൈവേ വികസനം കൊണ്ട് കേരളത്തെ നന്നാക്കാമെന്നാണ് കേന്ദ്രം കരുതുന്നത്? ഒരിക്കലുമല്ല. കോടികൾ മുടക്കി റോഡ് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായിട്ട് അവര് ടോൾ ഇനത്തിൽ പിരിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് റോഡ് വികസനത്തിന് പ്രഥമ പരിഗണന കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതും. സംസ്ഥാനങ്ങളിലേക്ക് റോഡ് ഉണ്ടാക്കുക, ടോൾ പിരിക്കുക, ഇരട്ടി ലാഭം ഉണ്ടാക്കുക. അത് തന്നെ അത് ഒരു കച്ചവട തന്ത്രം തന്നെ. പിന്നെ സിൽവർ ലൈനെ പറ്റി പരാമർശിക്കുകയുണ്ടായി കേന്ദ്ര ഗവൺമെന്റ്. പരാമർശമേ ഉള്ളൂ. ഇടതുപക്ഷം ഭരിക്കുന്നിടത്തോളം കാലം ആ പദ്ധതിക്ക് BJP ഗവൺമെന്റ് അംഗീകാരം നൽകുമെന്ന് ഞാൻ കരുതുന്നില്ല. അംഗീകാരം നൽകാൻ എന്തെല്ലാം പദ്ധതി വേറെയുണ്ട്. ഒന്നും വേണ്ട, ശബരി റെയിൽപാത എവിടം വരെയായി? എങ്ങും എത്തിയിട്ടില്ല. ഹൈന്ദവ ക്ഷേത്രത്തിലേക്കുള്ള ഒരു വഴി എന്ന് പറയുമ്പോൾ BJP മുൻഗണന നൽകേണ്ടതാണ്. എന്നിട്ടുമില്ല. അങ്ങനെ എന്തെല്ലാം പദ്ധതികൾ കേരളം ആവശ്യപ്പെട്ട എന്തെല്ലാം പദ്ധതികൾ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. ഇലക്ഷൻ എടുക്കുമ്പോഴേക്കും ഇടതുപക്ഷവും വലതുപക്ഷവും കേന്ദ്രവും ഒക്കെ മാറി മാറി കുറെ പ്രസ്താവന നടത്തും. പ്രസ്താവനാ യുദ്ധം. ഈ ഗ്ലോബൽ സമ്മിറ്റും അത്തരമൊരു പരിപാടി തന്നെ.